സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ബോബി ചെമ്മണ്ണൂർ, വെൽക്കം ടു ദ ഷോ. ബോബി ചെമ്മണ്ണൂരിന്റെ ആസ്തി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപ്പെടുത്താൻ തയ്യാറാണോ? കുഴപ്പമില്ല, ജീവിച്ചു പോവാവുന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ബോച്ചയ്ക്ക് എത്ര കാറുകളുണ്ട്? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ടൊയോട്ടയുടെ ലെക്സസ്, ഓക്കെ, റോൾസ് റോയ്സ്, ഓക്കെ, സ്പോർട്സ് കാർ. അതേതാ സ്പോർട്സ് കാർ? അത് ഇന്ത്യൻ സ്പോർട്സ് കാർ അവാന്തി. ഓക്കെ. പിന്നെ ഫോർഡ് ജീപ്പില്ലേ, നമ്മുടെ താറ്, പിന്നെ ഡിഫൻഡർ, പിന്നെ ഒരു പിക്കപ്പ് പോലത്തെ വണ്ടിയില്ലേ, ഇസൂസ് അല്ല, വേറെന്താ അതിന്റെ പേര്, ഹൈലക്സ് പിക്കപ്പ് ബാക്ക്. അത് ഞാൻ അധികം ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെയൊക്കെയാണ് 5-6 വണ്ടികൾ ഉള്ളത്. ഇതൊക്കെ എന്ത്? എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് 1-2-3 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവെ എല്ലാവരും അങ്ങനെ പരസ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടാറില്ലാത്തതാണ്. ചേട്ടൻ അങ്ങനെ ഒരു അവസ്ഥ വന്ന് പരസ്യപ്പെടുത്തിയതാണോ, അതോ എനിക്ക് അതൊന്നും പറയുന്നതിന് ഒരു കുഴപ്പമില്ല, എന്റെ വീട്ടിലെല്ലാം ചില്ലാണ് എന്നുള്ളതാണോ? അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. എനിക്കറിയില്ല, ഞാൻ ഈ ചെറിയ പ്രായം തൊട്ട് ഗൾഫിലും ബോംബെയിലും ഒക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഇവിടെയുള്ളൊരു വ്യത്യാസം എനിക്ക് അന്നേ തോന്നുന്നത്, നമുക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ പുറത്താണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നു, ചെയ്യുന്നു, ആരും നോക്കുന്നില്ല. നമുക്കതിലൊരു കുറ്റബോധമോ ഒരു കുറവോ അപകർഷതാവോ ഒന്നുമില്ല. ചേട്ടന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ? പറഞ്ഞത് ഈ യൂട്യൂബേഴ്സിന് ഏറ്റവും വലിയ ഹരം എന്ന് പറയുന്നത് ബോച്ച എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അതിന്റെ ഉത്തരങ്ങൾ കേൾക്കുക, അതിനെ പിന്നെ യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കുക എന്നുള്ളൊരു സാധനമാണ്. പാട്ട് എവിടെ ഓൺ ചെയ്യുന്നു അപ്പൊ ബോച്ച ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഡാൻസിനോട് വല്ലാത്ത കമ്പമുള്ള ഒരാളാണ്. ഈ അബ്ദുൾ റഹീമിന്റെ അപ്ഡേറ്റ് എന്താണ്? അദ്ദേഹം എന്നും നാട്ടിലെത്തും? ഇപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ ഈ മാസം എത്തുന്നത്. ലോകത്ത് ആദ്യമായിട്ടാണ് 34 കോടി പിരിച്ചൊരു സഹോദരനെ നാട്ടുകാർ രക്ഷിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം, അഭിമാനം മലയാളികളെ കുറിച്ചുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുന്നു, അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. അബ്ദുൾ റഹീമിനായുള്ള 34 കോടി രൂപയും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. Conquer the world with love. ഞാൻ വരട്ടെ? എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.